ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ തണുത്തിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു പൂതി. നല്ല തണുപ്പും മഴയൊക്കെ ഉള്ളൊരു ദിവസം തണുത്ത സാധനങ്ങൾ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളത് എനിക്ക് മാത്രമാണോ? അപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനും പറ്റില്ല. എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലും സെറ്റാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഇതാ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ട്. മൂപ്പര് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഒരു 2-3 ദിവസമായിട്ടുണ്ട് കേട്ടോ. ചെത്തി തന്നാൽ കഴിയും എന്ന എല്ലാവരും മടിയുള്ള കൂട്ടത്തിലാണ് അല്ലേ? ഇതിന്റെ പുറത്തുള്ള ഈ കണകുണ സാധനങ്ങളൊക്കെ ചെത്തിക്കളയാനുള്ള മടിയുള്ളത് കൊണ്ടാണ് ഈ 3 ദിവസവും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തത് കേട്ടോ. അങ്ങനെ ഒടുവിലെ ഞാൻ തന്നെ ആ ഒരു സാഹസത്തിന് അങ്ങ് മുന്നിട്ടു. 3 ദിവസം വെയിറ്റ് ചെയ്തെങ്കിൽ എന്താ, അടിപൊളിയാട്ടോ, നല്ല മധുരമായിരുന്നു. അങ്ങനെ അതിന്റെ പുറന്തോടെല്ലാം കളഞ്ഞ് ഞാൻ എന്താ ക്ലീൻ ആക്കുവാണേ. വെട്ടുന്നതിന്റെ ഇടയിൽ കൊതി മൂത്തിട്ട് 2-3 പീസ് ഞാൻ എന്തായാലും അകത്താക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സാധനങ്ങളാണ്. ഒന്ന് പപ്പായയും പിന്നെ ഒന്ന് പൈനാപ്പിളും. ഈ 2 സാധനവും ഞാൻ എവിടെ എപ്പോൾ കിട്ടിയാലും കഴിക്കും. അങ്ങനെ ഇവർ രണ്ടോടുള്ള പ്രേമം എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ്. കാരണം ഈ ടൈമിൽ ഈ 2 സാധനവും നമ്മൾക്ക് ഒഴിവാക്കിയേ പറ്റുള്ളൂ. കഴിക്കാൻ പാടില്ല നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതാണല്ലോ. അങ്ങനെ 8ാം മാസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടറിനോട് ചോദിച്ച അനുവാദം വരെ വാങ്ങിയതായിരുന്നു എനിക്ക് ഒരു പീസെങ്കിലും കഴിക്കാനായിട്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് കൊതിയായിരുന്നു. പക്ഷെ വീട്ടിൽ പറഞ്ഞതൊന്നും വില പോവില്ലല്ലോ. പറഞ്ഞതും ഓൺ ദ സ്പോട്ടിൽ ആട്ട് കിട്ടി. ഈ സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത സാധനം തന്നെ നീ വേണമെന്ന് എന്തിനു വാശി പിടിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞായിരുന്നു വീട്ടിൽ. ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാലും അവരൊന്നും സമ്മതിക്കാൻ പോണില്ല. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ പണ്ടോട്ടെ കേട്ടറിഞ്ഞു വന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ പ്രസവം കഴിയാൻ വരെ കാത്തിരിക്കേണ്ടി വന്നു എനിക്കിത് 2 കഴിക്കാൻ. ചേടാ, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇവിടെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. മധുരൊക്കെ ഇട്ട് കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് അടിച്ചു. സംഭവം കൊള്ളാം. അങ്ങനെ ഫസ്റ്റ് കൊതിയോടെ തണുപ്പിക്കും മുമ്പ് ഒരു ഗ്ലാസ് ഞാൻ അകത്താക്കി. ഇതിനിടയ്ക്ക് കുടു വന്നായിരുന്നു കേട്ടോ. ആദ്യം വന്നിട്ട് ആളൊന്ന് ജസ്റ്റ് വന്ന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും വന്നു. ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുവരെ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആണ്. കയ്യിലെടുത്ത് വെച്ചാലും ആൾക്ക് ഭയങ്കര സംശയങ്ങളാണ്. നമ്മൾ എന്തെടുത്ത് വെച്ചാലും എന്താ നോർമലായിട്ട് നമ്മൾ പറയുന്ന പോലെ അതെന്താ ഇതെന്താ അങ്ങനെയൊന്നും ചോദിക്കാറായിട്ടില്ല. പക്ഷെ എന്നാലും ആളെ അത് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തെടുത്ത് കൊടുത്താലും ആൾ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ബാക്കി തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം തണുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ജ്യൂസ് കുടിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.